ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ മുറിയിലെത്തുന്ന മേഘൻ അവൾ പിഴയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴൊന്നും നിനക്ക് വിശ്വാസമായില്ലല്ലോ. സത്യത്തിൽ അവൾക്ക് എന്നെ കെട്ടാൻ പറ്റാത്തതിൻ്റെ അമർഷവും ദേഷ്യവും ഒക്കെയാണ് അവൾ കാണിച്ചു കൂട്ടിയത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തവോ സാഗരോ ആയിരിക്കും. അനന്തു ആകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ലേഖയ്ക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഒത്തോളിനുള്ള കളിയായിരിക്കും ഇത്. മാർക്കോയോടാണെങ്കിലും അവളുടെ മനസ്സിൽ ഒരു ആരാധനയുണ്ട്. നീ അവളെ തള്ളിക്കളഞ്ഞതുപോലെ രണ്ടുപേരെ കൂടി നിന്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയണം. ലേഖയും അനന്തു എന്നെല്ലാം മേഘൻ പറയുമ്പോൾ എൻ്റെ ചങ്കാണ് അനന്തു, അവനെക്കുറിച്ച് പറഞ്ഞ് നിന്റെ കരണം പോയിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം സ്വയം മനസ്സിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ മേഘനെ ശരിക്കും കുരങ്ങ് കളിപ്പിക്കാൻ തന്നെയാണ് കണ്ണൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് മേഘനോടൊപ്പം ചേർന്ന് മഹിയെക്കുറിച്ച് അവളെക്കുറിച്ച് അവഹേളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്വത്തൊക്കെ അയാളുടെ പേരിലായില്ലേ, ഇനി എന്തു ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് തിരികെ വാങ്ങിച്ചെടുക്കാം. ഇപ്പോൾ നീ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നമുക്ക് അവളെ ചുട്ട് കളയാം എന്നെല്ലാം മേഘൻ മഹിയെക്കുറിച്ച് പറയുന്നത് കേട്ട് ശരിക്കും രക്തം തിളച്ച് പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ. പിന്നീട് സ്വാതിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു കൊടുത്തതിന് ശേഷം ദുർഗ പറയുന്നുണ്ട്, നിനക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കണ്ണൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ നീ അവൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറണം. പടിയിറക്കി വിട്ടവൾക്ക് അവൻ്റെ മനസ്സിൽ ഇനി സ്ഥാനമുണ്ടാകരുത്. എൻ്റെ കൂടെ നിന്ന് നീ പാചകമൊക്കെ പഠിച്ചെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വാതിയെ കണ്ണൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം കരുണ ദുർഗയോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെയെല്ലാം നടക്കും അല്ലേ അമ്മേ? എൻ്റെ പാദസേവ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നവളുടെ ഉയർച്ച കണ്ടിട്ട് ജീവിതം പോലും മടുത്തവളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു വിജയം ദൈവം എനിക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ ഈ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതോടുകൂടി തന്നെ നമ്മുടെ ശുക്രദശ ഉദിച്ചു മോളെ. ഇനിയെല്ലാം പഴയതുപോലെ തന്നെ ആവും എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് സ്വാതി കണ്ണൻ്റെ മുറിയിലേക്ക് ജ്യൂസും കൊണ്ട് എത്തുന്നു. തുടർന്ന് സ്വാതി കണ്ണൻ്റെ നേരെ ജ്യൂസ് നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണേട്ടിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ജ്യൂസാണെന്നെല്ലാം സ്വാതി പറയുമ്പോൾ അതിന് നിനക്ക് പാചകമൊന്നും വശമില്ലല്ലോ, നീ ഇതെങ്ങനെ പഠിച്ചെടുത്തു എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ കണ്ണേട്ട എന്നെല്ലാം കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് സ്വാതി ചോദിക്കുമ്പോൾ അപ്പോൾ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ രക്ഷപ്പെട്ടു എന്ന അർത്ഥം എന്ന് കണ്ണൻ പറയുമ്പോൾ നാണത്തോടു കൂടി കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ സ്വാതി. കണ്ണനാണെങ്കിലും സ്വാതിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്നുണ്ടെങ്കിലും നാടകമല്ലേ, അതുകൊണ്ട് തന്നെ തകർത്ത് അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ജ്യൂസ് വാങ്ങി സ്വാതിയുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി കുടിക്കുന്നു. ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, കണ്ണേട്ടൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല എന്നെല്ലാം സ്വാതി പറയുമ്പോൾ കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാമെടി. നിന്നെയൊക്കെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മഹിയും കുഞ്ഞും തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷമൊക്കെ എല്ലാവരുടെയും മുഖത്ത് കാണണമെന്നെല്ലാം നീരസത്തോടു കൂടി തന്നെ മനസ്സിൽ സ്വയം പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കമ്പനിയിൽ നിന്നും തിരിച്ചെത്തുന്ന ഉണ്ണി ഒരു സന്തോഷ വാർത്തയുണ്ടമ്മേ. മഞ്ജുവിനിപ്പോൾ പഴയതുപോലെ അവരോട് സ്നേഹമൊന്നുമില്ല. കണ്ണേട്ടനെ തേച്ചിട്ട് പോയ അവരോട് മഞ്ജുവിനും വെറുപ്പാണ്. ഇനി പതിയെ അവളെയും നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എല്ലാം നടക്കൂടാ. ഇത്തവണത്തെ വിഷു നമുക്ക് ഗംഭീരമാക്കണം. ഈ പുതുവർഷം എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയും കരുണയും ഉണ്ണിയും കൂടി മതിമറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ. തുടർന്ന് കരുണയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഇനി നീയും ഇടയ്ക്കിടയ്ക്ക് ഫിനാൻസീസിൽ വരണം, കമ്പനി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം, അവരുടെ ക്യാബിനിൽ ഇനി നീ വേണം ഇരിക്കാനെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് കാണിക്കുന്നത് അവിടെ മഹി അമ്മയെ കാണാനായിട്ട് കരുണാലയത്തിലെത്തുന്നു. അപ്പോൾ മോഹിനിയാണെങ്കിൽ മഹിയെ കാണുമ്പോൾ തന്നെ മോളെ ഒന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് കല് തുള്ളിക്കൊണ്ട് മുത്തശ്ശി വരുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണടി കണ്ടവൻ്റെയും കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നീ ഇവിടേക്ക് കയറി വന്നത്? നാണവും മാനവും ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരില്ലായിരുന്നു എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇതെനിക്കും എൻ്റെ മോൾക്കും കൂടി അവകാശപ്പെട്ട വീടാണ്, അതുകൊണ്ട് തന്നെ എന്നെ കാണാനായിട്ട് മോൾക്ക് ഇവിടേക്ക് വരാനായിട്ട് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ നീ കണ്ടവൻ്റെയും കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്ന നിൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലേടി പലഹാരം ഉണ്ടാക്കിയൊക്കെ മറിച്ചത്. ഇങ്ങനെ വഴി പിടിച്ച് നടക്കുന്ന ഒരു അമ്മയും മകളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നെല്ലാം മുത്തശ്ശി മഹിയെ അവഹേളിച്ച് സംസാരിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, സഹി കിടന്ന മഹി പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല, അതിനുള്ള ഒരു അവസരം വരും, അന്ന് നിങ്ങളുടെ മുഖത്ത് ഈ തെളിച്ചം തന്നെ ഉണ്ടാകണം എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മഹി മോഹിനിയെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ.
ശേഷം മോഹിനി മോൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മഹിയോടായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നാടകം വേണമായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു, അത്രേ തന്നെയുള്ളൂ. അവരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് സത്യം എന്താണെന്ന് അറിയാമല്ലോ അമ്മയെന്ന് പറഞ്ഞ് മോഹിനി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. പിന്നീട് പ്രതാപനും മേഘനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവസാനം മഹാലക്ഷ്മിയും കണ്ണനും വേർപിരിഞ്ഞു അല്ലേ മേഘ, അതും നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ എന്ന് പ്രതാപൻ പറയുമ്പോൾ അതേ അങ്കിളെ, ഇനി കണ്ണനെ കൊണ്ട് സ്വാതിയെ എങ്ങനെയെങ്കിലും കെട്ടിക്കണം. എൻ്റെ പെങ്ങളെ അവൻ കെട്ടിയില്ലെങ്കിൽ അവന് പിന്നെ ഒരു ദാമ്പത്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിക്കാണ് നന്ദി പറയേണ്ടത്. എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ മാറി മറിയും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇപ്പോൾ അവളുടെ മുഖത്തെ തെളിച്ചം കാണുമ്പോൾ മനസ്സ് നിറയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മേഘനും കൂടി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ ധ്യാനത്തിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ജ്ഞാനദൃഷ്ടിയിലൂടെ അമ്മ അറിയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ശത്രുക്കളെ എല്ലാവരും സന്തോഷിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എന്തോ ഒരു കാര്യം ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ അമ്മ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദുർഗയ്ക്ക് കാലിടറി താഴെ വരുന്നുണ്ട്, കോണിപ്പടിയിൽ നിന്നും താഴെ വീഴുന്നുണ്ട്. മഹാലക്ഷ്മിയെ താഴെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഗ്രീസ് ഒഴിച്ചിട്ടാണല്ലോ ദുർഗ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അതേ നാണയത്തിൽ തന്നെ അമ്മ ഒരു തിരിച്ചടി ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹിയെ കോണിപ്പടിയിൽ നിന്നും വീഴ്ത്തിയ ദുർഗയ്ക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് കേട്ടോ അമ്മ അതിനുള്ള ഒരു കണക്ക് തീർക്കുന്നത്. അങ്ങനെ കോണിപ്പടിയിൽ നിന്നും താഴെ വീഴുന്ന ദുർഗയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്